കഥകൾ എല്ലാവർക്കും കേൾക്കാൻ ഇഷ്ടമാണ്. കഥയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവ ആഴത്തിൽ നമ്മുടെ ഉള്ളിൽ എത്തിപ്പെടുമെന്നുള്ളതാണ്. ഒരു കാര്യം നമുക്കത് ചെയ്ത് അവരെ പഠിപ്പിക്കുന്നതിലും അപ്പുറം ഒരു കഥയിലൂടെ ആരിലേക്കും ആ ഒരു ത്രെഡിനെ നമ്മൾക്ക് എത്തിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. ഇവിടെ ഞാൻ ആഗ്രഹിക്കുന്നതും അത് തന്നെയാണ്. ഹീലെ ഹബിന്റെ മാജിക്കൽ സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസ് 100 ഡേയ്സ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന്റെ അനുഗ്രഹത്താൽ അതിന് സാധിക്കട്ടെ. നമ്മുടെ പ്രാർത്ഥന അത് എത്രത്തോളം മികച്ചതാണ്. നാം ഓരോരുത്തരും ശ്രദ്ധിക്കാറുണ്ടല്ലേ, നമ്മുടെ പ്രാർത്ഥന എങ്ങനെയാണെന്നുള്ളത്. അതിൽ എത്രത്തോളം കാര്യങ്ങൾക്ക് റിസൾട്ട് കിട്ടാറുണ്ട് എന്ന് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. ഈ ഒരു കഥ നമ്മുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവാവട്ടെ. ഡോക്ടർ ജോൺ ന്യൂയോർക്കിലെ അതിപ്രശസ്തനാണ്. ക്യാൻസർ രോഗവിദഗ്ധനാണ്. അത്യപൂർവമായി ഉണ്ടാകുന്ന ക്യാൻസറുകളെ ചികിത്സിച്ച് ഭേദമാക്കുന്നതിൽ അഗ്രഗണ്യനാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കല് ഒരു കോൺഫറൻസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി എയർപോർട്ടിലേക്ക് പോവുകയായിരുന്നു. ആ കോൺഫറൻസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത്രയും നാളത്തെ ആ മെഡിക്കൽ റിസർച്ചിനുള്ള സംഭാവന, അദ്ദേഹം നൽകിയ സംഭാവനയ്ക്കുള്ള ഒരു അവാർഡും കൂടെ അതിൽ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എയർപോർട്ടിലെത്തി, വിമാനത്തിൽ കയറി. ഏകദേശം 1 മണിക്കൂർ യാത്ര കഴിഞ്ഞപ്പോൾ പൈലറ്റിന്റെ അടുത്തു നിന്നും സന്ദേശം വന്നു, ചില സാങ്കേതിക തകരാറുണ്ട്, അതുകൊണ്ട് തന്നെ അടുത്ത എയർപോർട്ടിൽ വിമാനം ഇറക്കുകയാണെന്നുള്ളത്. അദ്ദേഹം ആദ്യമൊന്ന് ഭയപ്പെട്ടു, എൻ്റെ കോൺഫറൻസിന് എനിക്ക് കറക്റ്റ് സമയത്തിന് ചെല്ലാൻ സാധിക്കുമോ എന്ന്. എങ്കിലും ആ എയർപോർട്ടിൽ എത്തിയ ശേഷം അദ്ദേഹം അവിടെ പോയി ഒന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ ഇനി 12 മണിക്കൂറിന് ശേഷമാണ് അവിടെ നിന്നും അടുത്ത ഫ്ലൈറ്റ് ഉള്ളൂ എന്ന് അവിടുത്തെ ഉദ്യോഗസ്ഥ അറിയിച്ചു. അതോടൊപ്പം തന്നെ ആ ഉദ്യോഗസ്ഥ ചോദിക്കുകയും ചെയ്തു, ഈ നാടൊന്ന് ചുറ്റിക്കാണാൻ നല്ലൊരു അവസരമല്ലേ ഇതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ഡോക്ടർ അവിടെ നിന്ന് ഒരു കാറ് റെന്റിന് എടുത്തിട്ട് ആ നാട് ഒന്ന് കറങ്ങി വരാം എന്ന് വിചാരിച്ചു. യാത്രയെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഡോക്ടർ ജോ. ആ കാറിൽ യാത്ര ചെയ്ത് മുൻപോട്ട് പോയി. ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ കാലാവസ്ഥ ആകെ മാറിയിട്ടുണ്ട്. തുള്ളിക്കൊരു കുടം എന്ന രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതോടൊപ്പം നല്ല കാറ്റും ഇടിയും മിന്നലും എല്ലാം. ഇതെന്താ ഇപ്പൊ കഥ എന്ന് ഡോക്ടർ ആലോചിക്കുകയും ചെയ്തു. ആൾക്ക് ആ ഒരു യാത്രയിൽ റോഡിന്റെ സൈൻ ഒന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആൾക്ക് എവിടെയോ വെച്ച് വഴി തെറ്റിപ്പോയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാന്ന് ആലോചിച്ച് ഫോൺ എടുത്ത് ആരെങ്കിലും ഒന്ന് വിളിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞപ്പോൾ ഫോണിൽ റേഞ്ചും ഇല്ല. എങ്കിലും ആള് കാമായിട്ട് തന്നെ വണ്ടി ഓടിച്ചു പോയപ്പോൾ പോകുന്ന വഴിയിൽ ഒരു കുടില് കണ്ടു അദ്ദേഹം. നിരത്തിൽ വേറെ ഒരു ഹോട്ടലോ കടകളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വിജനമായ പ്രദേശമായിരുന്നു. അദ്ദേഹം ആ കുടിലിന്റെ മുമ്പിൽ വണ്ടി നിർത്തിയിട്ട് പതിയെ പോയി വാതിലിൽ തട്ടി. ആ വാതിൽ തുറന്ന് ഒരു വൃദ്ധയായ സ്ത്രീയാണ് എത്തി നോക്കിയത്. അപ്പോൾ ഡോക്ടർ ആ വൃദ്ധയായ സ്ത്രീയോട് പറഞ്ഞു, എനിക്ക് ഇന്നതുപോലെ വഴി തെറ്റിയിട്ടുണ്ട്, എനിക്ക് എയർപോർട്ടിലേക്ക് പോകേണ്ടതാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറയുകയുണ്ടായി. അപ്പൊ ആ വൃദ്ധയായ സ്ത്രീ ഡോക്ടറെ സമാധാനിപ്പിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തായാലും ക്ഷമയോടെ ഇരിക്കൂ, എൻ്റെ മകൻ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ എയർപോർട്ടിൽ എത്തിക്കാനുള്ളതെല്ലാം റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ആ വൃദ്ധയായ സ്ത്രീ ഡോക്ടറെ വീടിനകത്തേക്ക് ക്ഷണിച്ചിരുത്തുകയാണ്. അവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ തന്നെ വൃദ്ധ ആൾക്ക് നല്ല ചൂടുള്ള ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്തു. ഡോക്ടർ ആ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെ വൃദ്ധയായ സ്ത്രീ അകത്ത് കയറിപ്പോയി മെഴുകുതിരിയുടെ മുമ്പിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടു. സാധാരണ പോലെ ആണല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഡോക്ടർ ശ്രദ്ധിച്ചപ്പോൾ ആ വൃദ്ധയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് തൊട്ടിലിൽ കിടക്കുന്ന കുട്ടീനെയും നോക്കുന്നുണ്ട്. അപ്പോൾ എന്തായിരിക്കും ഈ ഈ സ്ത്രീയെ എത്രമാത്രം വിഷമിപ്പിക്കുന്ന കാര്യം? എനിക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം എന്ന് വിചാരിക്കുകയും ചെയ്തു. എന്തായാലും പ്രാർത്ഥനയ്ക്ക് ശേഷം സ്ത്രീ ഇറങ്ങി വരുമ്പം ചോദിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വൃദ്ധയായ സ്ത്രീ പ്രാർത്ഥനയ്ക്ക് ശേഷം ഇറങ്ങി വന്നപ്പോൾ ഡോക്ടർ ചോദിച്ചു, എന്താണ് ഇത്രമാത്രം വിഷമമുള്ളത്? പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യാമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അന്നേരം
ആ വൃദ്ധയായ സ്ത്രീ പറയാണ്, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയില്ല എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ എല്ലാ പ്രാർത്ഥനകളും ദൈവം കേട്ടിട്ടുണ്ട്. ഈ ഒരു പ്രാർത്ഥന മാത്രം ദൈവം കേൾക്കുന്നില്ല, എന്താണെന്ന് അറിയുന്നില്ല എന്ന്. അതോടൊപ്പം ആ സ്ത്രീ കൂട്ടിച്ചേർക്കുന്നുണ്ട്, ഈ തൊട്ടിലിൽ കിടക്കുന്നത് എൻ്റെ പേരക്കുട്ടിയാണ്. അവന് അത്യപൂർവമായിട്ടുള്ള ഒരു ക്യാൻസറാണ്. ഞങ്ങൾ പല ഹോസ്പിറ്റലുകളിലും കാണിച്ചു, പക്ഷെ അവിടെയൊന്നും അതിന് ചികിത്സയില്ല. അവരെല്ലാവരും പറഞ്ഞത് ന്യൂയോർക്കിലുള്ള ഒരു ഡോക്ടറുണ്ട്, ആ ഡോക്ടറുടെ അടുത്ത് കൊണ്ടേ കാണിക്കാനാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് അത്ര ദൂരം യാത്ര ചെയ്യാനുള്ള വരുമാനവും ഇല്ല. അവിടെ പോയാൽ തന്നെ ആ ഡോക്ടറുടെ അപ്പോയിൻമെന്റ് കിട്ടണമെന്നുമില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുകയാണ് എന്ന് പറഞ്ഞു. ആ നിമിഷം ഡോക്ടർ ആലോചിച്ചു, പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയോ എന്ന്. അതോടൊപ്പം ഡോക്ടർ ചോദിച്ചു, ആ ഡോക്ടറുടെ പേരെന്താണ്, ജോൺ എന്നാണോ? അന്നേരം ആ സ്ത്രീ അത്ഭുതപ്പെട്ടുകൊണ്ട് പറഞ്ഞു, അതെ, താങ്കൾക്കറിയുമോ? അന്നേരം ആ ഡോക്ടർ പറഞ്ഞു, ഞാനാണ് ഡോക്ടർ ജോൺ. നിങ്ങളുടെ മകൻ്റെ, പേരക്കുട്ടിയുടെ എന്ത് അസുഖമാണെങ്കിലും ഞാനത് നോക്കി മാറ്റിത്തരുന്നതായിരിക്കും. ഈ പ്രാർത്ഥനയ്ക്ക് ഇത്രയും ശക്തിയോ? ഞാൻ വന്ന യാത്രയിലുണ്ടായ ഓരോ കാര്യങ്ങൾ, വിമാനത്തിന് തകരാറുണ്ടായത്, കാറിൽ കയറിയിട്ട് ക്ലൈമറ്റ് മാറിയത്, കാലാവസ്ഥ മാറിയിട്ട് ഞാൻ വഴിതെറ്റി നിങ്ങളുടെ ഇവിടെ എത്താനുള്ള കാരണം നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രമാണ്. നാം ഏതൊരു കാര്യം ചെയ്യുമ്പോഴും വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കുന്ന ദൈവത്തിൽ സറണ്ടർ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് എന്നും ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും. അതിൽ ഒരു സംശയമോ ഫിയറോ കൂടാതെ മുൻപോട്ട് പോകുക തന്നെ ചെയ്യുക. Thank you so much. Thank you.